തിരുവനന്തപുരം ഊരൂട്ടമ്പലത്ത് വീടിന്റെ നിർമ്മാണ ജോലികൾക്കിടെ അന്യസംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി വിപ്ലവ് മണ്ഡലാണ് മരിച്ചത്. KCB ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവ് കാരണമാണ് അപകടമുണ്ടായതെന്നാണ് ആരോപണം. ഈ ലൈൻ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റേ അയച്ചിരുന്നെങ്കിൽ ഈ പയ്യന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ലൈൻ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് സ്റ്റേ അയച്ചതെന്ന്. ശരിക്കും ആ കണ്ട വീട്ടുകാരുണ്ട്, അയലോകക്കാരുണ്ട്, ആ വീട്ടിൽ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ കൂടെ മരിക്കുമായിരുന്നു. സത്യം പറഞ്ഞു, ആ ട്യൂഷൻ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അപ്പോൾ വന്നതേ ഉള്ളൂ. KSB ജോലിക്കാരുടെ ഈ അനാസ്ഥ കൊണ്ട് ഒരു പാവം അന്യനാട്ടിൽ നിന്ന് ഒരു ജീവിക്കാൻ വേണ്ടി വന്ന ഒരു പയ്യന്റെ ദാരുണമായ മരണം സംഭവിച്ചിരിക്കുകയാണ്. രാഹുൽ ജി എന്നതാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചെന്നത്. രാഹുൽ, ഈ സ്റ്റേവർ എന്നാണ് മനസ്സിലാകുന്നത് ആ സംഭാഷണത്തിൽ നിന്ന്. എന്ന് പറയുമ്പോൾ പോസ്റ്റിൽ നിന്ന് വീട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട ലൈൻ, സാധാരണ നിലയിൽ ഷോക്കേറ്റാൽ മരണം സംഭവിക്കാൻ കഴിയുന്ന ശേഷിയുള്ള വൈദ്യുതി, വീട്ടിലേക്ക് എത്തുന്ന വൈദ്യുതി പോസ്റ്റിൽ നിന്ന് എത്തുന്ന ഏക മാർഗം. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? അത്തരം ജോലികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം KCB ഉദ്യോഗസ്ഥരുടെ ഡിസ്കണക്ഷൻ അറിയിപ്പിന് ശേഷം മാത്രമല്ലേ ഇത്തരം ലൈനിൽ പണിയൊക്കെ നടത്താൻ കഴിയും? എന്താണ് സംഭവിച്ചത്? രതീഷ്, അങ്ങനെ തന്നെയാണ്. അതായത് ഈ സർവീസ് ലൈൻ മുറിക്കുന്ന ഘട്ടത്തിലൊന്നും മുഴുവൻ സപ്ലൈക്ക് എടുക്കാനായി KCB ജീവനക്കാർ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ വീട്ടുടമകൾ തന്നെ പറയുന്നുണ്ട്, ഈ സംഭവം ഉണ്ടായ ശേഷം മാത്രമാണ് KCB ജീവനക്കാർ മുഴുവൻ ഈ സപ്ലൈയും കട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോലും എത്തുന്നത്. അതായത് ഈ പറയുന്ന ജാർഖണ്ഡ് സ്വദേശിയാണ് മരണപ്പെട്ടത്. വിപ്ലവ് മണ്ഡൽ എന്നാണ് പേര്. 24 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അന്യസംസ്ഥാനത്ത് നിന്ന് ആ വീട്ടിലൊന്ന് തൊഴിലെടുക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സർവീസ് ലൈൻ മുറിക്കാനായി KCB ജീവനക്കാർ പോസ്റ്റിലേക്ക് എത്തി അത്തരത്തിൽ പുതിയ പോസ്റ്റ് അവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അവർ മുഴുവൻ ഈ കറണ്ടും സപ്ലൈയും ഓഫാക്കാൻ മറ്റൊരു പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു വാർത്ത വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നതും